ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ലൊരു ദിവസം നേരിയ ഈശോ നിൻ്റെ ജീവിതത്തിലേക്ക് ഇന്ന ദിവസം കടന്നു വരട്ടെ, അനുഗ്രഹിക്കട്ടെ. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ജീവിതത്തിൽ കർത്താവിൻ്റെ വഴികളെ അനുഗമിക്കുവാനുള്ളൊരു ജീവിതമാണ്. ക്രിസ്തുവിൻ്റെ വഴികൾ എന്ന് പറയുന്നത് ലോകത്തിൻ്റെ നിന്ന് വ്യത്യസ്തമായ ഒരു വഴിയാണ്. ലോകം അടിച്ചവനെ തിരിച്ചടിക്കാൻ പറയുമെങ്കിൽ ക്രിസ്തു പഠിപ്പിക്കുന്നത് നിന്റെ വലത് കർണത്തടിക്കുന്നവന് മറ്റേ ചെവി കൂടി കാണിച്ചു കൊടുക്കുക എന്നുള്ളത്, മറ്റേ കർണം കൂടി കാണിച്ചു കൊടുക്കുക എന്നുള്ളത്. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 5-ാം അധ്യായം 41-ാം തിരുവചനം ഇങ്ങനെ പറയുക: 1 മൈൽ ദൂരം പോകാൻ നിന്നെ നിർബന്ധിക്കുന്നവനോട് കൂടെ 2 മൈൽ ദൂരം പോവുക. എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നിന്നെ നിർബന്ധിക്കുന്നവനോട് മടുപ്പ് കാണിക്കാതെ, അവനെ മാറ്റി നിർത്താതെ ഒരു എക്സ്ട്രാ മൈൽ കൂടി അവനെ കൂടുതൽ സന്തോഷിപ്പിക്കാൻ വേണ്ടി, അവൻ്റെ ജീവിതത്തിന് എനിക്ക് താല്പര്യമുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി കൂടുതൽ സ്നേഹം കൊടുക്കുവാനാണ് പറയുക. എത്രത്തോളം മറ്റുള്ളവർ ചോദിക്കുന്നോ അത് തീർച്ചയായിട്ടും കൊടുക്കണം. ചോദിക്കുന്നു കൊടുത്താൽ പോരാ, എക്സ്ട്രാ കൂടി കൊടുക്കുവാനായിട്ട് നീ തയ്യാറാകണം. എന്ന് വെച്ചാൽ സ്നേഹം നിന്നിൽ നിന്ന് പെയ്തിറങ്ങണം. അതാണ് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം എന്ന് പറയുക. എല്ലാ പരിധികൾക്കും മാനദണ്ഡങ്ങൾക്കും എല്ലാം അപ്പുറത്ത് പെയ്തിറങ്ങുന്ന സ്നേഹം. ആ സ്നേഹത്തിൽ ആഴപ്പെടാൻ നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ചൊന്ന് കരങ്ങൾ കൂട്ടി. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുക. ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസം വലിയൊരു അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹം ഈ വ്യക്തിയിൽ നിന്ന് നിന്റെ നാമത്തിൽ പെയ്തിറങ്ങട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങേപ്പോലൊരു ദൈവമില്ല, അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമേ ദൈവമേ.